ഫുൾ ക്ലീനിങ് ഓനെ ഏൽപ്പിക്കും. വേറെ പറ. പഠിക്കാൻ വിടുക, ഒരു കോഴ്സ് പഠിച്ച് പാസ്സാവണം. എന്ത് കോഴ്സ്? അടി ഈ ബുദ്ധി ഇല്ലാത്തവന് എന്ത് കോഴ്സ് പഠിപ്പിക്കും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ചാനലിന്റെ പേര് മാറ്റി. ഇനി ശരിക്കും ഇതിൽ ആരും ലൈവ് ചെയ്യാൻ പോകുന്നത്? എന്താ സംഭവം? എന്താ നമ്മളെ പ്ലാൻ? എന്താ ഇതെന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇതിന് തിരിച്ചാക്കാൻ കഴിയില്ല മോനെ. ചാനലിന്റെ പേര് ഒരിക്കൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ 90 ദിവസത്തേക്ക് പേര് മാറ്റാൻ പറ്റില്ല. മറിച്ച് ഇതും മാറ്റിയാലോ? ഗ്യാങ്ങിന്റെ എന്തെങ്കിലും ഇത് ബാനർ എടുത്ത് വിടട്ടോ കേട്ടോ. എന്നിട്ട് ആരാ ഇനി ലൈവ് ചെയ്യാൻ പോകുന്നത്? അവൻ തീരുമാനാക്ക ആരാ ലൈവ് ചെയ്യാൻ പോകുന്നതിന്. നിന്നെ ഇനിയില്ല മോനെ, നീ ഇനി വേണ്ട. ഇല്ലടാ, നിന്റെ നീ ഇനി നന്നായി ഉറപ്പായി കഴിഞ്ഞിട്ട് നീ തിരിച്ചു കയറിക്കോ. അല്ല, ഞാൻ പറയട്ടെ, മോനെ ഞാൻ പറയുന്നത്, നീ നല്ല നടപ്പ് കാണിച്ചാ നിന്നെ തിരിച്ചെടുക്കാം. ഓക്കെ, അതുവരെ നീ ഇങ്ങനെ പോ. വേറെ വഴിയില്ല. ഇത്രയും ഇതന്നെ നിനക്ക് എത്രയോ സുഖാന്ന് നീ ആലോചിച്ച് നോക്ക്. നിന്നെ പുറത്താക്കാൻ നിന്നെടുത്തുനിന്ന് ഇത്രയും ഇതിലേക്ക് കുറഞ്ഞ് നിന്റെ പണിഷ്മെന്റ്. മനസ്സിലായി? ഇത് നല്ലതാണ് നിനക്ക്. അല്ല, ലൈവിൽ എന്തായാലും ഇനി വേണ്ട, മമ്മ വേണ്ട. ഇനി നല്ല ഇതിലേക്ക് ആയിട്ട് മതി. ഹെയർ കട്ട് മൊട്ട അടിപ്പിച്ചാലോ ചാറ്റ് എന്ത് പറയുന്നത്? അത് ഒരിക്കലും ഇവൻ മറക്കൂല. മൊട്ട അടിപ്പിക്കാം, അത് ഇവൻ മറക്കൂല. ഇവനൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനം കൊടുക്കേണ്ടത് അല്ല. മമ്മു അഡ്മിറ്റ്സ് ഹിസ് മിസ്റ്റേക്ക് ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് ഫോൾട്ട്. തൊപ്പി ആസ് എ സീനിയർ യു ഷുഡ് ഹാവ് ഗൈഡഡ് ഹിം. ഇറ്റ്സ് ഷെയർഡ് മിസ്റ്റേക്ക് നോട്ട് ഹിസ് അലോൺ. കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ബ്രോ. അതാ ഞാൻ പറഞ്ഞത്. ഷെയർഡ് മിസ്റ്റേക്കാണ്, ശരിയാണ്. എല്ലാവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. എല്ലാവരും അല്ല, എൻ്റെ തന്നെ കൂടുതൽ എൻ്റെ മിസ്റ്റേക്ക്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബ്രോ. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പണിഷ്മെന്റ് ഇതെല്ലാം കൊടുക്കുന്നത്. മനസ്സിലാവും? അല്ലാണ്ട് ഞാൻ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളായിപ്പോവും. ഇവർ അടുത്ത ഒരു പരിപാടി ഇതുപോലെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് നടക്കൂല. അതാ ഞാൻ പറയുന്നത്. നോ ഫോൺ കട്ട് ചെയ്താലോ? ഫോൺ വേണ്ട. സെബിച്ച വിളിക്കുന്ന. സെബിച്ച ലൈവാ ആ എന്താ? മനസ്സിലായില്ല. അതായത് വരാപ്പുഴാ. ഫോറാ? ഞാൻ നാളെ പറഞ്ഞാൽ മതിയോ? നാളെ സെറ്റാക്കാം. ഇല്ലല്ലോ, മറക്കൂല. നിങ്ങൾ എന്തേലും അറിയുന്നുണ്ടോ? ഇത് മമ്മുവിന്റെ സംഭവം അറിയുന്നുണ്ടോ? മമ്മു പൊളിയല്ലേന്നാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്നെ എല്ലാരും എനക്ക് 2 ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ഫുള്ള് കോള് വരെയെന്ന്. എല്ലാരും വിളിച്ചിട്ട് മമ്മൂന്റെ കേസ് പറയും. ഇവൻ കണ്ട് ഇന്റർവ്യൂ പോയിട്ട് തന്തയില്ലാത്തതിനെ വിളിച്ച് പറഞ്ഞില്ലേ, കുളിച്ചിന് ഒളിഞ്ഞു നോക്കി അത് ഇതൊന്നും പറഞ്ഞിട്ട്. നിങ്ങൾ മാത്രമേ എന്നെ വിളിക്കാണ്ടുള്ളൂ. ബാക്കി എല്ലാരും വിളിച്ചു, നിങ്ങൾ മാത്രമേ വിളിക്കാണ്ടുള്ളൂ. ഇവൻ പോയി കുളിച്ചിന് ഒളിഞ്ഞു നോക്കി എന്നെല്ലാം പറഞ്ഞ സീനായില്ലേ? ആങ്കർ ആണെങ്കിൽ നല്ലോണം മൂപ്പിച്ചു കൊടുക്കാനുള്ളവിടെ ഇരിക്കുന്നുണ്ട്. ഓളോ ഞാൻ ദേഷ്യം വരുന്നുണ്ടോളോ ആലോചിക്കുമ്പോൾ. മസ്താനിയൊന്നല്ല, വേറൊരുത്തി. അത് തന്നെ. അപ്പൊ ശരി, ഞാൻ ലൈവ് ഞാൻ വിളിക്കാം. ഞാൻ നാളെ മറ്റേന്ന് നോക്കിയിട്ട് ഞാൻ ഡീലാക്കി തരാം. ഓക്കെ ശരി, ഓക്കെ ബൈ. അപ്പം എന്താ നമ്മളെന്താ പറഞ്ഞോണ്ടെന്ന്? SIR 19. Warrior game, thanks for the 19.99 Saudi Arabia. I've been trying to call GP number, discuss this issue. I'm calling from Saudi. Don't be harsh to him now. എടാ എന്നാ നമ്പർ GP നമ്പർ വിളിച്ചാൽ കിട്ടൂല. എന്നെ കിട്ടണമെങ്കിൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. ഇവിടെ ഉള്ള മമ്മുവിനെ വിളിക്കണ്ട. മുനുവോ റാംബോ അങ്ങനെ ആരെങ്കിലും. മമ്മൂനെ പ്രോപ്പർ
ജീവിതമാണ് മമ്മ നയിക്കാൻ പോകുന്നത്. എടാ മോനെ ഇത് നല്ലതാ, വേണ്ടാന്നാ, ഇത് നിനക്ക് നല്ലതാ, ഇത് നിന്റെ നല്ലതിനാ വേണ്ട. എനിക്ക് മനസ്സിലായിട്ടില്ല, ഇത് നിന്റെ നല്ലതിനാ. എടാ മുത്തേ, നിന്റെ നല്ലതിനല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എന്തിക്കണേ, ഞാൻ സെറ്റാക്കി ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നാളെ മുതല് മോനെ കുറച്ച് കാലത്തേക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഓക്കെ, MRG ഗ്യാങ്ങിൽ നിന്ന് നീ ഔട്ട്. ഓക്കെ, ഗ്യാങ്ങിൽ നിന്ന് നീ ഔട്ട്. കുറച്ച് കാലം നീ നല്ല ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചു കയറ്റാം. ഓക്കെ, വിട്ടോ. ഇന്റർവ്യൂ ഡിലീറ്റ്, ആഡ് ഡിലീറ്റ് ചെയ്യാൻ ഇവരൊന്നും ഡിലീറ്റ് ചെയ്യൂല. ഇമാര് ഡിലീറ്റ് ചെയ്യൂലടാ. ക്ലിപ്പ് മൊത്തം പുറത്തും പോയി. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സാ. ആയിരിക്കും മമ്മൂനാ. മലയാളം പോലും ഇവന് മര്യാദയ്ക്ക് അറിയില്ല. ഇവനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അയക്കുന്നത്. ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ലടാ. വെറുതെ വിട്ടു നോക്കാം, പക്ഷെ ഒരിക്കലും ഇവനത് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അത്ര ഐഡിയടാ. ഇവനൊരു ബുദ്ധിയില്ലായ്മേന്റെ അങ്ങേയറ്റാണ് കാര്യം പറഞ്ഞ, മനസ്സിലായോ? ഡിലീറ്റഡ് വീഡിയോ, ഡിലീറ്റഡ് വെറൈറ്റി വീഡിയോ ഡിലീറ്റ് ചെയ്തോ? സ്ട്രൈക്ക് കിട്ടിയോ? അതിന് ക്ലിപ്പ് മൊത്തം പുറത്തു വേണം. ഇനി ഡിലീറ്റ് ചെയ്താലില്ലെങ്കിൽ ഒരുപോലെ തന്നെ അല്ലേ. ശരിക്കും അവർ ഡിലീറ്റ് ചെയ്തോ? നോക്കട്ടെ. ഓ, ഡിലീറ്റ് ചെയ്തടാ. കുറെ ആൾക്കാർ ഇതേപോലെ അലിഗേഷൻസ് പറയുന്ന സമയത്ത് വെറൈറ്റി വീഡിയോ സ്ട്രൈക്ക് അല്ല. സ്ട്രൈക്ക് ആണെങ്കിൽ ഒരു വീഡിയോ പോകും. ഇത് 3 വീഡിയോ. മമ്മൂന്റെ എല്ലാ ഇന്റർവ്യൂവും കളഞ്ഞ് ഫോൺ നോക്കിയ എഡ്യൂക്കേഷൻ ജിമ്മ് അതെല്ലാം നമുക്ക്. അവിടെ നോക്കിയ അവിടെ ഒരു സ്വിച്ചിന്റെ ഫോൺ വാങ്ങണം. ഇവനെന്നെ ടച്ച് ഫോണോ ഇതോ എടുക്കണ്ട, മനസ്സിലാ? 24 വന്നോ? കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് തടവുകാർ. ഇതാ 24 വന്നത്. വെറുതെ ഇല്ലാത്തവന്ന് പറയുന്നേടാ. 24 വന്നിട്ടില്ല. അപ്പൊ വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് വിടുന്ന അവിടെ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും ഇവനെ കൊള്ളൂല, മനസ്സിലായോ? അത് നിങ്ങൾ പറയല്ല. എടാ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയാ എനക്ക് കാണുമ്പോൾ നമുക്ക് അടിക്കാനാ തോന്നുന്നു. അങ്ങോട്ട് പോ മോനെ. 2 ദിവസം കഴിയട്ടെ. എനക്ക് ഇപ്പൊ നിന്നെ കാണുമ്പോൾ നമുക്ക് അടിക്കാൻ തോന്നുന്നു. അതാ പ്രശ്നം. 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ഓക്കെ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. അപ്പൊ നീ ഇപ്പൊ പോ എന്റെ മുന്നിന്നോ. റെഡ്യൂസ് ഹിസ് ഫെസിലിറ്റീസ്. അതല്ല, അത്രേ ഉള്ളൂ. ഇവൻ്റെ ഒരു തൊഴുത്തു പോകാത്ത റൂമുണ്ട്. ഇവനൊരു റൂം വേണ്ട. ഞാൻ പറയുന്നത് ഇവൻ സെൻട്രൽ കിടക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോട്ടെ, ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ, 5 നേരം നിസ്കരിക്കട്ടെ, പഠിക്കാൻ പോട്ടെ, എല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഇവൻ നന്നായിക്കോളും. ഓക്കെ, ഒരുത്തനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, 1 മില്യൺ. എടാ 1 മില്യൺ അടിച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായാലടാ. അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്താലോ, പോയി കേക്കാറ്റം മേടിച്ചാലോ? ഇതങ്ങനെ കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ 1 മില്യൺ അടിച്ചത് നമ്മള്. കറക്റ്റ് 995K ആയപ്പോഴത്തേക്കന്നെ ഇങ്ങനത്തെ ഒരു ഇത് വന്ന് വീണല്ലേ. ഓക്കെ. അപ്പം ഇനി മുതൽ ലൈവില് മമ്മൂ. എടാ പോയാട്ടെ. എടാ നീ അപ്പുറത്തേക്ക് പോ. എടാ ഒന്ന് കൊണ്ടുപോ. ഓവറാക്കല്ല മോനെ. പോയിട്ട് ആടെ ഇരിക്കും. നിന്നെ ഞാൻ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ ഓവർ കളിക്കല്ലേ. നിന്റെ ആക്ടിങ് ഒന്നും ഇവിടെ എടുക്കല്ല, മനസ്സിലാ? നിന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ നിനക്ക് നാളെ മുതൽ തരും. അത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു കാര്യങ്ങൾ തെറ്റിച്ചാൽ ഞാൻ നേരെ അയക്കും ബോർഡിങ്ങിലേക്ക്. വേറെ ഒരു വർത്താനവും ഇല്ല. ഓക്കെ, കൊണ്ടുപോ മുനോ കൊണ്ടുപോ. ഹെയർ കട്ട് ലൈവ് എന്ന് പറഞ്ഞിട്ട് മൊട്ട അടിപ്പിക്കണോ?
ബോഡി ബിൽഡർ ഇവനാ ഈ വീപ്പക്കുറ്റി ടാങ്കറിൽ പറയാ നടന്ന് തന്നെ. Don't forget your mistakes that you have done worse than he did. Oh, he gives some space, make him realize his own mistake. If this is reliant thing, making him alone is a great way. ശരിയാണ്. ഞാൻ ഇതിലും വലിയ തെറ്റുകൾ ചെയ്തില്ല. ഞാൻ അങ്ങനെ ഈ പെണ്ണുങ്ങളെ ഇതാക്കിയിട്ട് ഇങ്ങനത്തെ കേസ് എനിക്കില്ലടാ. എൻ്റെ മൊത്തം ഈ ബളി കേസും അങ്ങനത്തെ എല്ലാം കേസാണ്, മനസ്സിലായോ? എൻ്റെ കോൺട്രവേഴ്സികളൊന്നും ഇങ്ങനെയല്ല. ഇങ്ങനത്തെ ഇത് ഞാൻ പിടിക്കൂല മോനെ, ഇങ്ങനത്തെ കേസ് ഞാൻ പിടിക്കൂല, മനസ്സിലാവും? പിന്നെ കാരണം പണ്ട് ശരിയാ, ഞാൻ പണ്ട് കുറേ ഞാൻ ചെയ്തിന്. അതാണ് ഞാൻ പിന്നെ കുറച്ചെങ്കിലും ഇവനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നത്, മനസ്സിലായോ? നമ്മളെല്ലാം അങ്ങനത്തെ പരിപാടിയാണ്. നീ അതിന് മാറാൻ എന്തുണ്ട്? നീ പണ്ട് ഇങ്ങനത്തെ അല്ലടാ മാറി. നീ ഒറ്റ ഒരുത്തൻ കാരണം ഇത് മൊത്തം ഉണ്ടായത്. നിന്നെ ഞാൻ കുറ്റം പറയാം, മനസ്സിലായോ? നീ ഒറ്റ ഒരുത്തനാണ്. ഓന് ബുദ്ധിയില്ല, ഓന് ഐഡിയ ആണ്. പക്ഷെ നീ അങ്ങനെയല്ല, എനിക്ക് ബുദ്ധിയുണ്ട്. എന്നിട്ട് നീ ആടെ ഇരുന്ന് കേട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തായി പോയടാ. മാസ് റിപ്പോർട്ട് ഓൾ വീഡിയോസ് ഇറ്റ് വിൽ ബി ഡിലീറ്റഡ് എൻജോയ്. ഓ മാസ് റിപ്പോർട്ടാണോ അത്? മാസ് റിപ്പോർട്ടിലാണ് ഇത് പോയത്, വീഡിയോ പോയത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോയി റിപ്പോർട്ട് ചെയ്തതാ ലൈവില്? ആണോ? അങ്ങനെ പോയതാ വീഡിയോ? When he back with the 6-pack, rejoin him to the gang. Okay. 6-pack വരെ തിരിച്ചു വരട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റുണ്ടോ? 6-pack വരെ തിരിച്ചു വന്ന ഗാങ്ങിലേക്ക് തിരിച്ചെടുക്കാം. നിസ്കാരം കൊള്ളത്തില്ല, കട്ട് ഹെയർ എന്നാ. എടാ നിസ്കാരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കാര്യമുണ്ട് മോനെ. നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസിപ്ലിൻ വരും. അങ്ങനെ ഒരു സംഭവം നിസ്കാരത്തിൽ വിശ്വാസത്തിൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസിപ്ലിൻ ഇതാക്കുന്ന കാര്യമാണോ. അത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒന്നല്ല. നിസ്കരിക്കുമ്പോൾ അത് വേറെ ഒരു ഇതാണ്, അത് വേറെ സംഭവമാണ്. നമ്മൾ എന്തെല്ലാം കുറ്റം പറയുകയാണെങ്കിൽ ഉസ്താമാരെയും ദർശനിയും നിസ്കാരത്തിനെല്ലാം എത്ര കുറ്റം പറഞ്ഞാലും ഇതിലെല്ലാം കുറച്ച് കാര്യമുണ്ട്, മനസ്സിലാവും? ഇതെല്ലാം മമ്മൂന് തീരെ പക്വതയില്ല, അവനെ പുറത്താക്കൂ. SB വ്ളോഗ് അറിയുന്നുണ്ട്. അവനെ പുറത്താക്കിയ പോലെ തന്നെയാണ് ഉള്ളത്. അവനെ പുറത്താക്കി. പിന്നെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഗ്യാങ് എന്തായാലും ഇവനെ ഔട്ടാ. ഓക്കെ, എനിക്ക് ഗ്യാങ് പരിപാടികൾക്ക് മമ്മു ഇല്ല കുറച്ച് കാലത്തേക്ക്, നന്നാവുന്ന വരെ.